ആക്ഷൻ കിങ് സുരേഷ് ഗോപി ഈയിടെയായി എന്തു ചെയ്താലും ട്രോളന്മാർക്ക് ചാകരയാണ്. മാതാവിന് സ്വർണം പൂശിയ കിരീടം സമർപ്പിച്ച അന്നു തുടങ്ങിയ ശനിദശയാണ്. സ്ഥാനാർത്ഥിയായപ്പോഴേക്കും സംഗതി പിടിവിട്ടുപോയി. ഏറ്റവും ഒടുവിൽ നോമ്പു തുറക്കി കഞ്ഞി കുടിച്ചതാണ് വിവാദമായിരിക്കുന്നത്. കഞ്ഞിയല്ലേ, ഒരു വറ്റുപോലും കളയണ്ട എന്ന ഉദ്ദേശത്തിലാവും പാത്രം വടിച്ചങ്ങ് നക്കിയത്. എന്നാൽ ഇതുകണ്ട് ട്രോളന്മാർക്കുണ്ടോ സഹിക്കുന്നു? സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം സുരേഷ് ഗോപിയുടെ വടിച്ചു നക്കങ്ങ് ആഘോഷമാക്കി. 4 വോട്ടിന് വേണ്ടി ഇത്രയ്ക്ക് നക്കണോ? കുറച്ച് കഞ്ഞി കൂടി അങ്ങ് വാങ്ങി കുടിച്ചാൽ പോരായിരുന്നു എന്ന പരിഹാസം മന്ത്രി ഗണേഷ് കുമാറും കൂടി ഉയർത്തിയതോടെ താരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് പ്രശസ്ത നടൻ ദേവൻ. മുസ്ലിം വോട്ട് കിട്ടാനല്ല, വിരലുകൊണ്ട് കഴിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ രീതി എന്നാണ് ദേവൻ പ്രതികരിച്ചത്. സുരേഷ് ഗോപി ഒരു മതത്തിന്റെയും വോട്ട് കിട്ടാനല്ല നോമ്പു തുറക്കി പോയി ഭക്ഷണം കഴിച്ചതെന്ന് നടനും BJP നേതാവുമായ ദേവൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ടെന്നും ഒരുപാട് പ്രാവശ്യം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും ദേവൻ പറയുന്നു. ഭക്ഷണത്തിന്റെ അവസാനം തള്ളവിരൽ കൊണ്ട് നക്കി കഴിക്കുന്നത് സുരേഷ് ഗോപിയുടെ രീതിയാണെന്നും ഇതിന്റെ വിഷ്വൽസ് എടുത്ത് പ്രചരിപ്പിക്കുന്നത് ക്രൂരത അല്ലേ എന്നും ദേവൻ പരസ്യമായി ചോദിച്ചു. ഞാൻ സുരേഷിന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ടുമുണ്ട്. ഡൽഹിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ആഹാരം കഴിക്കുക. ഓരോരുത്തർക്ക് ആഹാരം കഴിക്കുന്നതിൽ ഓരോ സ്റ്റൈൽ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു നോമ്പു തുറക്കി പോയി അവിടെ ആഹാരം കഴിക്കുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു. അദ്ദേഹം അവസാന വറ്റുവരെ തള്ളവിരലുകൊണ്ട് വടിച്ചെടുത്ത് വായിൽ വെക്കുന്ന ചില വിഷ്വൽസ് എടുത്ത് ചില മാധ്യമങ്ങളും ചില സോഷ്യൽ മീഡിയ ആക്രമികളും കൂടി പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഞാനൊരു വേദിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നും ദേവൻ പറഞ്ഞു. തന്നെ പോലെ സുരേഷിനെ അറിയാവുന്നവർ കുറവായിരിക്കും. അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തു നിന്ന് കിട്ടുന്ന ഒരു പാഠം ഓരോ അരിയും പ്രാധാന്യമാണ് എന്നതാണ്. പാത്രത്തിൽ വെക്കുന്ന ഓരോ അരിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരാളാണ്. അത് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സുരേഷ് ഗോപി. അത് മനസ്സിലാക്കാതെ, അദ്ദേഹത്തെ പറ്റി അറിയാതെ, പഠിക്കാതെ അദ്ദേഹം അങ്ങനെ നക്കി തിന്നു എന്ന് പറയുന്നത് എന്ത് ക്രൂരതയാണെന്നും ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയോ മതത്തെ സ്വാധീനിക്കാൻ വേണ്ടിയോ ഒരു മതത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയോ അല്ല അദ്ദേഹം അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്, ഭക്ഷണത്തിന്റെ രീതി അതാണ്. നമ്മൾ എത്രയോ ഫുഡ് വേസ്റ്റ് ആക്കുന്നു. സുരേഷ് ഗോപിയുടെ പ്ലേറ്റിൽ ഒരു തരി വറ്റ് പോലും കാണില്ല. സുരേഷ് ഗോപി പറയും ആ വറ്റിന് പ്രാധാന്യമുണ്ട്. ആ വറ്റ് കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നും ദേവൻ തുറന്നു പറഞ്ഞു. ഇനി ആരൊക്കെ സുരേഷ് ഗോപിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ എത്തുമെന്ന് കാത്തിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ആരാധകർ.